എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ജന്തുവിശേഷങ്ങൾ എന്ന ചാപ്റ്ററാണ്. SCERT പഴയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററാണത്. ജന്തുവിശേഷങ്ങൾ എന്ന ഈ ചാപ്റ്ററിൽ പക്ഷികളും അവയുടെ അടയിരിപ്പ് കാലത്തെയും പറ്റി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. കോഴി അടയിരിക്കുന്നത് എത്ര ദിവസമാണ്? കോഴി അടയിരിക്കുന്നത് 21 ദിവസം. പ്രാവ്, കുരുവി ഇവയുടെ അടയിരിപ്പ് കാലം 14 ദിവസമാണ്. ഒട്ടകപക്ഷിയുടേത് 42 ദിവസം. ലവ് ബേർഡ്സിൻ്റെ അടയിരിപ്പ് കാലം 22 മുതൽ 25 ദിവസം വരെയാണ്. അടുത്തത് ചില ദേശാടന പക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട്. നാഗമോഹൻ, എരണ്ട, മണൽക്കോഴി ഈ തുടങ്ങിയവയാണ് നമ്മുടെ പ്രദേശങ്ങളിൽ എത്തുന്ന ദേശാടന പക്ഷികൾ. ദേശാടന പക്ഷികളെന്ന് പറഞ്ഞാൽ എന്താണ്? അന്യദേശങ്ങളിൽ നിന്ന് അനുകൂല ജീവിത സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന പക്ഷികളെയാണ് ദേശാടന പക്ഷികളെന്ന് പറയുന്നത്. കേരളത്തിൽ കടലുണ്ടി, തട്ടേക്കാട്, കുമരകം ഇതാണ് ദേശാടന പക്ഷികൾ ധാരാളമായി എത്തുന്ന സ്ഥലങ്ങൾ. അടുത്തതായി ഡോക്ടർ സലിം അലിയെക്കുറിച്ച് പറയുന്നുണ്ട്. ലോകപ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലിം അലി. അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്നാണ് നവംബർ 12 ഈ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ് നവംബർ 12. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. അപ്പോൾ ഡോക്ടർ സലിം അലിയുടെ ആത്മകഥ ഏതാണ്? ഒരു കുരുവിയുടെ പതനം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള. എന്നാൽ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് KK നീലകണ്ഠൻ. ബേർഡ്സ് ഓഫ് കേരള എഴുതിയത് ഡോക്ടർ സലിം അലി ആണെങ്കിൽ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് KK നീലകണ്ഠൻ. ഇനി പക്ഷികളെ കൂടാതെ മുട്ടയിടുന്ന ജീവികളെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 1 പ്രാണികളാണ്, ഇൻസെക്ട്സിനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രൂപ്പ് 2 മത്സ്യം. ഗ്രൂപ്പ് 3 ഉരഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഈ ഉരഗങ്ങളുടെ പ്രത്യേകത? ചർമ്മം വരണ്ടതും ശൽക്കങ്ങളുള്ളവയുമാണ് ഉരഗങ്ങൾ. എന്താണ് ഉഭയജീവികൾ അല്ലെങ്കിൽ ആംഫിബിയൻസ്? ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് ഉഭയജീവികൾ അല്ലെങ്കിൽ ആംഫിബിയൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഉഭയജീവികൾ? തവള, സാലമാണ്ടർ, സീസീലിയൻ. തവള, സാലമാണ്ടർ, സീസീലിയനാണ് ഉഭയജീവികൾക്ക് ഉദാഹരണങ്ങൾ. ഇനി സാൽമൺ മത്സ്യത്തിൻ്റെ കഥ എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് സാൽമൺ. വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ എന്ത് ചെയ്യും? പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. ഈ യാത്ര 2500 കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളും നദികളിലെ കുത്തൊഴുക്കൊന്നും ഇവയുടെ യാത്രയ്ക്ക് തടസ്സമാകുന്നതേയില്ല. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദികളുടെ പ്രഭവ സ്ഥാനത്തെത്തി മുട്ടയിട്ട് കഴിയുന്നതോടെ ഇവ എന്ത് ചെയ്യും? കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുകയാണ് ചെയ്യുന്നത്. മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇവർ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? സമുദ്രത്തിലേക്ക് തിരികെ യാത്രയാകുന്നു. അടുത്ത് പറയുന്നത് എന്താണ് രൂപാന്തരണം? അതായത് കോഴിമുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയെ പോലെയാണ് അല്ലേ? കോഴിക്കുഞ്ഞുങ്ങൾ മാതൃജീവിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ തവളയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ തവളയെ പോലെയാണോ? അല്ല, അത് മുട്ട വിരിഞ്ഞ് വാൽമാക്രിയായിട്ടാണ് ആദ്യം മാറുന്നത്. ഈ വാൽമാക്രി പിന്നെ തവളയായിട്ട് മാറും. ഇത്തരത്തിലുള്ള ഈ ഒരു മാറ്റമാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. അതായത് ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവയാണ് ലാർവകൾ. ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? രൂപാന്തരണം. ഈ ചിത്രത്തിൽ കാണാൻ കഴിയും, പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞ് പുഴുവിനെ പോലെയാണ്. പൂമ്പാറ്റയുടെ രൂപാന്തരണത്തിൽ ലാർവ, പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് ശലഭം ഉണ്ടാകുന്നത്. അപ്പോൾ പൂമ്പാറ്റ ചിത്രശലഭത്തിൻ്റെ മുട്ട വിരിഞ്ഞ് എന്തായിട്ട് മാറും? ലാർവയായിട്ട് മാറുന്നു. ലാർവ പിന്നീട് പ്യൂപ്പയാവുന്നു. പ്യൂപ്പയാണ് ചിത്രശലഭമായിട്ട് മാറുന്നത്. കൊതുകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞ് കൂത്താടിയായിട്ട് മാറും. കൂത്താടി പിന്നീട് കൊതുകായിട്ട് മാറും. തേനീച്ച, പൂമ്പാറ്റ, തുമ്പി, കൊതുക്, ഈച്ച എന്നിവയിലൊക്കെ രൂപാന്തരണം നടക്കുന്നുണ്ട്. ഇനി നമ്മളൊക്കെ കുഴിയാനെ കണ്ടിട്ടുണ്ടല്ലോ. ഈ കുഴിയാന എന്ന് പറയുന്നത് ഒരിനം തുമ്പിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കുറേ ചിത്രശലഭങ്ങളും അവയുടെ ലാർവകളെയാണ് പരിചയപ്പെടുത്തുന്നത്. അരളിശലഭം, ഗരുഡശലഭം, മഞ്ഞപ്പാപ്പാത്തി, നാരകശലഭം, ഓക്കിലശലഭം.
നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ചില ചിത്രശലഭങ്ങളാണ് മഞ്ഞപ്പാപ്പാത്തി, നാരകശലഭം, ഗരുഡശലഭം, കൃഷ്ണശലഭം മുതലായവ. ഓരോ ശലഭവും ചില പ്രത്യേക ഇനം ചെടികളിലാണ് മുട്ടയിടുന്നത്. ഇത്തരം സസ്യങ്ങൾ നട്ടുവളർത്തി നമുക്ക് ശലഭങ്ങളെ മുട്ടയിടാനായി ആകർഷിക്കാം. ഏതൊക്കെയാണ് മുട്ടയിടാൻ വേണ്ടി ശലഭങ്ങളെ ആകർഷിക്കുന്ന സസ്യങ്ങൾ? എരുക്ക്, കറിവേപ്പില, നാരകം എന്നിവയാണ് പ്രധാനമായിട്ടും. ഇന്ന് ചിത്രശലഭങ്ങൾ മിക്കതും വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് കടലാമകൾ. കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴിയുണ്ടാക്കിയാണ് കടലാമകൾ മുട്ടയിടുന്നത്. മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഈ മുട്ടകൾക്ക് വൻതോതിൽ നാശം സംഭവിക്കുകയും കടലാമകൾ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു. ഇവയെ സംരക്ഷിക്കുന്നതിന് പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. വനം വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ചു വരുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് കടലാമകളെ പ്രധാനമായും സംരക്ഷിച്ചു വരുന്നത്? മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത്. മുട്ടയിടുന്ന ജീവികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി സസ്തനികൾ അല്ലെങ്കിൽ മാമൽസ് എന്താണെന്ന് നോക്കാം. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. പൂച്ച, മുയൽ, പശു, ആട് തുടങ്ങിയ ജീവികളൊക്കെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ്. എന്തൊക്കെയാണ് സസ്തനികളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു, ശരീരത്തിൽ രോമങ്ങൾ കാണപ്പെടുന്നു, ചെവിക്കുട കാണപ്പെടുന്നു. ഇനി ആരാണ് പറക്കുന്ന സസ്തനി? പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ. ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് ഇവയെ പറക്കാൻ സഹായിക്കുന്നത്. പക്ഷികളെപ്പോലെ തോന്നുമെങ്കിലും ഇവ എന്താണ്? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ്. ഇനി ശരീരം മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവി ഉണ്ടാകും. ഈ പ്രത്യേകത ഏത് ജീവികൾക്കാണുള്ളത്? മണ്ണിര, പ്ലനേറിയ. പ്ലനേറിയ എന്ന് പറഞ്ഞാൽ ഒരു തരം വിരയാണ്, പരന്ന വിരയാണ് പ്ലനേറിയ. മണ്ണിര, പ്ലനേറിയ ഇവയ്ക്കാണ് ശരീരം മുറിഞ്ഞാൽ ആ മുറിഞ്ഞ ഭാഗം വളർന്ന് പുതിയ ജീവിയായിട്ട് മാറുന്നത്. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? പ്രസവിക്കുന്ന അച്ഛൻ കടൽ കുതിര. മത്സ്യത്തിൻ്റെ വർഗത്തിൽപ്പെട്ട 7 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ജീവികളാണ് കടൽ കുതിരകൾ. പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽ കുതിരയുടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ സൂക്ഷിക്കുന്നു. 40 ദിവസത്തിന് ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആൺ കടൽ കുതിര പ്രസവിക്കുന്നത് പോലെ തോന്നുന്നത് ഇതുകൊണ്ടാണ്. അപ്പം യഥാർത്ഥത്തിൽ മുട്ടയിടുന്നത് ആരാണ്? പെൺ കടൽ കുതിര തന്നെയാണ്. പക്ഷേ അത് ആൺ കടൽ കുതിരയുടെ ഉദരഭാഗത്തുള്ള സഞ്ചിയിലാണെന്ന് മാത്രം. ഇനി സഞ്ചിയുള്ള മൃഗം ഏതാണ്? സഞ്ചി മൃഗം എന്നറിയപ്പെടുന്നത് കങ്കാരു ആണ്. ഓസ്ട്രേലിയയിലാണ് കങ്കാരുകൾ കാണപ്പെടുന്നത്. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിലുള്ള ഒരു സഞ്ചിയിലാക്കിയാണ് ഇവ പരിപാലിക്കുന്നത്. ഇനി പ്രസവിക്കുന്ന പാമ്പെന്നറിയപ്പെടുന്നത് അണലികളാണ്. എന്താണ്? അണലികൾ പ്രസവിക്കുന്നതല്ല, യഥാർത്ഥത്തിൽ അവ മുട്ടയിടുന്നത് തന്നെയാണ്. അവയുടെ ശരീരത്തിനുള്ളിലാണ് മുട്ടയിടുന്നത്. പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ്. ഇവയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായി തോന്നുന്നു. കുഞ്ഞുങ്ങൾ പുറത്തു വന്ന ശേഷം അണലി അവയെ ഒട്ടും പരിപാലിക്കുന്നില്ല. അടുത്തത് പവിഴപ്പുറ്റുകൾ അല്ലെങ്കിൽ കോറൽസ്. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പവിഴപ്പുറ്റുകൾ കടലിനടിയിൽ പൂന്തോട്ടങ്ങളെപ്പോലെ കാണുന്ന ജീവിവർഗമാണ്. വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രം കൂടിയാണിവ. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പ്രയോജനപ്പെടുന്ന പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുകയാണ്. ഇവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായി 1997, 2008 എന്നീ വർഷങ്ങൾ പവിഴപ്പുറ്റ് വർഷമായി ആചരിക്കുകയുണ്ടായി. പവിഴപ്പുറ്റ് വർഷമായി ആചരിച്ചത് എന്നൊക്കെയാണ് 1997 2008. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ്. ലക്ഷദ്വീപുകളിൽ പവിഴപ്പുറ്റുകൾ ധാരാളമായി കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകളാണ് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. PSC എക്സാം എഴുതുന്ന ഏതൊരാൾക്കും SCERT ടെക്സ്റ്റ് ബുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് ക്ലാസ് കേൾക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.